ഫ്രം ദ ഡെയിലി സ്പീക്കിംഗ് ട്രീ. ചില വേദനകളുണ്ട്, അത് മറ്റേതൊരു മുറിവിനേക്കാളും നമ്മെ കുത്തി നോവിക്കും. നമ്മളെ മറ്റുള്ളവർ കുറ്റം പറയുമ്പോഴുള്ള വേദന, നമ്മൾ പോരാ എന്ന് പറയുമ്പോൾ, നമ്മുടെ സ്വഭാവത്തെ ചോദ്യം ചെയ്യുമ്പോൾ, അത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആഴ്ന്നിറങ്ങി നമ്മളെ കുത്തി നോവിക്കും. പ്രത്യേകിച്ച് അത് നമ്മുടെ കൂട്ടുകാരാണെങ്കിൽ, നമ്മളെ ഒരുപാട് തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ സ്നേഹിക്കുന്നവർ പോലും നമ്മളെ ഒറ്റപ്പെടുത്തുന്ന ഒരവസ്ഥയാണെങ്കിൽ, ആ വേദനയുടെ ആഴം എത്ര ആഴത്തിലാണെന്ന് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാകും. നമ്മൾ അറിയാതെ പറഞ്ഞു പോകുന്നൊരു അവസ്ഥയാണ്, എന്നെക്കുറിച്ച് അവർക്ക് എങ്ങനെ ഇങ്ങനെ പറയാൻ സാധിച്ചു എന്നൊക്കെ നമ്മൾ അറിയാതെ ചിന്തിച്ചു പോകും. പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ ഓർക്കേണ്ട ഒരു കാര്യം, എനിക്കും ഇത്തരം സിറ്റുവേഷൻസിലൂടെയൊക്കെ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട്. എൻ്റെ ഏറ്റവും ആത്മാർത്ഥമായ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നവർ എന്നെ കുറ്റപ്പെടുത്തുന്ന ഒരു സിറ്റുവേഷനിൽ ആ ഒരു മൊമെൻറ്റിൽ ഞാൻ എങ്ങനെ ചിന്തിച്ചു, അതിൽ നിന്ന് ഞാൻ എന്ത് പഠിച്ചു എന്നതാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു സിറ്റുവേഷനിൽ എനിക്ക് ഓർമ്മ വന്ന ഒരു ബൈബിളിലെ ഒരു കഥയുണ്ട്. വ്യഭിചാരിണിയായ സ്ത്രീയെ എല്ലാവരും കല്ലെറിയാൻ വേണ്ടി ചുറ്റും നിന്നപ്പോൾ യേശു ക്രിസ്തു അവരുടെ നടുക്ക് നിന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങളിൽ പാപം ചെയ്യാത്തവൻ ആദ്യം കല്ലെറിയട്ടെ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കഥ എന്നെ വളരെ ആത്മീയമായ തലത്തിലും മാനസികമായ തലത്തിലും എനിക്ക് ഒരുപാട് ശക്തി പകർന്ന ഒരു സിറ്റുവേഷനാണ്. ഇവിടെ വിധി ചെയ്യാൻ അല്ലെങ്കിൽ മറ്റൊരാളെ വിധിക്കാൻ ആർക്ക് അധികാരം എന്നതായിരുന്നു ആദ്യത്തെ ചോദ്യം ഞാൻ എന്നോട് ചോദിച്ചത്. രണ്ടാമത്തെ കാര്യം, എനിക്ക് ആ സമയത്തുണ്ടായ പൂർണ്ണ ബോധ്യം, അതായത് ഞാൻ ഒറ്റയ്ക്കാണ്. ഞാൻ മറ്റുള്ളവരുടെ കണ്ണുകളിലൊക്കെ സഹതാപം കാണാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും എനിക്ക് മനസ്സിലാകേണ്ട ഒരു കാര്യം, ഞാൻ ഒറ്റയ്ക്കാണ്. എന്നെ സഹായിക്കാൻ ആ സമയത്ത് ദൈവമല്ലാതെ വേറെ ഒരാളുമില്ല എന്ന പൂർണ്ണ ബോധ്യം ഉണ്ടായിരിക്കണം. അവിടെ നമുക്ക് നമ്മുടെ ശക്തി, നമ്മളുടെ ഉള്ളിൽ നിന്ന് ഒരു വല്ലാത്തൊരു ആളിക്കത്തുന്ന ഒരു തീജ്വാല നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. രണ്ടാമത്തെ കാര്യം, ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ മറ്റുള്ളവരെ വിധിക്കാൻ നമുക്ക് അധികാരമില്ല എന്നൊരു പൂർണ്ണ ബോധ്യം. അതുകൊണ്ട് തന്നെ എന്നെ കല്ലെറിയാൻ വേണ്ടി എൻ്റെ ചുറ്റും നിൽക്കുന്നവർ, അവർ നിഷ്കളങ്കരാണ്. ഏതോ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം അവർ എന്നെ വിധിക്കാൻ തയ്യാറാവുകയാണ് എന്ന ഒരു ബോധ്യമുണ്ടായിരിക്കണം. ഏറ്റവും അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഈ ലോകം നമ്മളെ കല്ലെറിയാൻ തയ്യാറായേക്കാം, നമ്മുടെ സ്വഭാവത്തെ ചോദ്യം ചെയ്യാം. പക്ഷേ ഓർക്കേണ്ട ഒരു കാര്യം, എന്നെ കല്ലെറിയാൻ നിൽക്കുന്ന ഓരോ വ്യക്തികളും അതെൻ്റെ സുഹൃത്തുക്കളാണ്. അവർ എൻ്റെ ശത്രുക്കളല്ല, അവരെൻ്റെ മിത്രങ്ങളാണ്. അവർ ആയിരിക്കുന്ന സാഹചര്യം വളരെ ടെമ്പററി ആയിട്ടുള്ള ഒരു താൽക്കാലികമായ ഒരു സാഹചര്യമാണ്. ആ സാഹചര്യം മാറുമ്പോൾ അവരും മാറും എന്ന പൂർണ്ണ ബോധ്യമുണ്ടായിരിക്കണം. മാനസികവുമായി അതുപോലെ തന്നെ ആത്മീയമായി നമുക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, ആരും നമ്മുടെ ശത്രുക്കളല്ല, എല്ലാവരും നമ്മുടെ മിത്രങ്ങളാണ്. നമുക്കവരെ അറിയാമായിരിക്കാം, അറിയില്ലായിരിക്കാം, പക്ഷേ ആരൊക്കെ ആണെങ്കിലും എല്ലാവരും എൻ്റെ മിത്രങ്ങളാണ്. സാഹചര്യങ്ങളാണ് എല്ലാവരെയും ആ ഒരു സിറ്റുവേഷനിലേക്ക് അല്ലെങ്കിൽ കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ വളരെ സ്നേഹത്തോടെ പ്രതികരിക്കുക. അവർ നമ്മളോട് കയർത്തേക്കാം, നമ്മളോട് ദേഷ്യപ്പെട്ടേക്കാം, കോപത്തോടെ പെരുമാറാം, ഉപദ്രവിക്കാം. പക്ഷേ തിരിച്ച് സ്നേഹത്തോടെ മാത്രം പ്രതികരിക്കുക എന്നൊരു തീരുമാനം അത് നമുക്കെടുക്കാൻ സാധിക്കണം. അത് നമ്മളുടെ ഒരു വിൽ പവറിൽ നിന്ന്, നമ്മളുടെ ഒരു ശക്തിയിൽ നിന്ന് മാത്രമാണ് അങ്ങനെ ഒരു റെസ്പോൺസ് നമ്മുടെ ഭാഗത്തു നിന്ന് വരികയുള്ളൂ. കാരണം പ്രതികാരത്തിന് പകരം പ്രതികാരമല്ല, പ്രതികാരത്തിന് പകരം സ്നേഹമാണ് അവിടെ ഉള്ള ഏക മാർഗം. അവർ നമ്മൾ വഴക്ക് പറഞ്ഞേക്കാം, അടിച്ചേക്കാം, പക്ഷേ ഒരു പുഞ്ചിരി മാത്രം. കാരണം ആ ഒരു താൽക്കാലിക സിറ്റുവേഷൻ മാറുമ്പോൾ അവരിലും ഒരു ബോധ്യമുണ്ടാകും. ഇവിടെ ഉണ്ടാകേണ്ട ഒരു ശക്തി എന്താണ്, ഞാൻ ആരാണെന്ന പൂർണ്ണ ബോധ്യമാണ് ഉണ്ടാകേണ്ടത്. എന്നിലെ ശക്തി എത്രമാത്രം ഉണ്ട് എന്നൊരു ബോധ്യമുണ്ടാകണം. എനിക്ക് എന്നെ തന്നെ വിശ്വാസം ഉണ്ടായിരിക്കണം. കാരണം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല, എനിക്ക് നന്നായിട്ട് അറിയാം, അവർക്ക് എന്നെ നന്നായിട്ട് അറിയില്ല. അവരാരൊക്കെയോ പറഞ്ഞ ചില വാക്കുകളുടെ ബലത്തിലാണ് എന്നെ വിധിക്കുന്നത്. അല്ലാതെ അവർക്ക് പൂർണ്ണമായിട്ട് ഞാൻ ആരെന്ന് അറിയുകയില്ല എന്ന
ഒരു പൂർണ്ണ ബോധ്യം നമ്മളുണ്ടാകുമ്പോൾ നമുക്കറിയാതെ ഏത് സിറ്റുവേഷനിലും നമുക്ക് തല ഉയർത്തി നിൽക്കാൻ സാധിക്കും. ഈ ഒരു ബോധ്യം ഉണ്ടാകണം. ഞാൻ ആരാണ്? എൻ്റെ ശക്തി എന്താണ്? എനിക്ക് എന്നെ നന്നായി അറിയാം, എന്നെക്കാളും നന്നായിട്ട് അവർക്ക് എന്നെ അറിയുകയില്ല എന്നൊരു ബോധ്യമുണ്ടാകുമ്പോൾ എനിക്ക് ഏത് സിറ്റുവേഷനിലും തല ഉയർത്തി നിൽക്കാൻ സാധിക്കും. ഈ അറിവ് നമ്മെ വല്ലാതെ ഒരു ശക്തി തന്നെ നമുക്ക് തരും. കല്ലെറിയുന്ന അവരും നിഷ്കളങ്കരാണ് എന്ന് ഓർത്ത് ആ ഒരു സിറ്റുവേഷനിൽ വളരെ സ്നേഹത്തോടെ നമുക്ക് കരുതലോടെ നമുക്ക് അവരെ വിധിക്കാതെ ഇരിക്കാൻ നമ്മൾ തയ്യാറാകണം. ഈ ഡിസിഷൻ ഞാനാണ് എടുക്കേണ്ടത്. ഈ മാറ്റം എന്നിലാണ് ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ ഒന്നും പ്രതീക്ഷിക്കരുത്. ഒരു പ്രതീക്ഷയുമില്ലാതെ ഞാൻ എന്നെ തന്നെ ശക്തമാക്കുകയാണ് ഏറ്റവും ഉത്തമമായ മാർഗം. ഞാൻ എന്നിലെ ശക്തി തിരിച്ചറിയാൻ ശ്രമിക്കുക. അതാണ് നമുക്ക് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.